അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഹൈക്കോടതി ഉത്തരവിൽ നിലപാട് വ്യക്തമാക്കി മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാം. കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്നും സ്വയം രാജിവെക്കില്ല എന്നും പദവിയിൽ തുടരുമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും KM എബ്രഹാമിന്റെ നിലപാട് വരികയാണ്. മാർഷൽ വി സെബാസ്റ്റ്യൻ ആ പ്രതികരണം സംബന്ധിച്ചും അതിന്റെ അലയൊലികൾ സംബന്ധിച്ചും വിശദീകരിക്കാൻ ചേരുന്നുണ്ട്. മാർഷൽ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, പ്രതികരണം? പ്രതീക്ഷ, കിഫ്ബി സിഇഒയും മുൻ ചീഫ് സെക്രട്ടറിയുമായ KM എബ്രഹാം ഇന്ന് വിഷു സന്ദേശത്തിലാണ്, തന്റെ ജീവനക്കാർക്ക് നൽകിയ വിഷു സന്ദേശത്തിലാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തിയെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രധാനമായിട്ടും ഹർജിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തുംപുരയ്ക്കലും തന്നോട് വ്യക്തിവൈരാഗമാണെന്നാണ് KM എബ്രഹാം പറയുന്നത്. ഹർജിക്കാരൻ PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്യുകയും അത് താൻ കണ്ടെത്തുകയും അതിൽ അദ്ദേഹത്തിന് പിഴ കൊടുക്കേണ്ടിയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇത്തരമൊരു പരാതി എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല, കിഫ്ബി സിഇഒ സ്ഥാനം താനായിട്ട് രാജിവെക്കില്ല, എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാടനുസരിച്ചായിരിക്കും തന്റെ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അദ്ദേഹം പൂർണ്ണമായും അപ്പീലിന് പോകുമെന്നുള്ള സൂചനയും ഇതിനകത്ത് നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല, മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തനിക്കെതിരെ സംസാരിക്കുന്നതിന്റെ കാരണവും ജേക്കബ് തോമസ് മുമ്പ് നടത്തിയിട്ടുള്ള 20 കോടി രൂപയുടെ അഴിമതി താൻ കണ്ടെത്തി, അതിന്റെ വ്യക്തിവൈരാഗമാണ് അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനങ്ങളെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഹർജിക്കാരായിട്ടുള്ള ജോമോൻ പുത്തുംപുരയ്ക്കലിന്റെ നിലപാടിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അനധികൃതമായ സ്വത്ത് സമ്പാദനം എന്നുള്ള രീതിയിലേക്ക് തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹം തള്ളിക്കളയുകയാണ്. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഏത് അന്വേഷണത്തെ താൻ നേരിടുകയും അതോടൊപ്പം തന്നെ അപ്പീലിന് പോവുകയും ചെയ്യുന്നുള്ള ഒരു സൂചന കൂടിയാണ് അദ്ദേഹം ഇന്ന് നൽകിയിട്ടുള്ള വിഷുവിന്റെ ഭാഗമായി ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. 2018 ചീഫ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും KM എബ്രഹാം ഒഴിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് സർക്കാർ വിവിധ സ്ഥാനമാനങ്ങൾ നൽകുകയായിരുന്നു. അതിലൂടെ വരുമാനത്തിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് ഹർജിക്കാരൻ്റെതായിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം തന്നെ തനിക്കെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ് എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ KM എബ്രഹാം നൽകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വിടുകയും രാജിവെക്കില്ലെന്നും അപ്പീൽ നൽകുകയും ചെയ്യുമെന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ന് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ CBI അന്വേഷണം വരുമ്പോഴും പാറ പോലെ ഉറച്ചിരിക്കാൻ തന്നെയാണ് KM എബ്രഹാമിന്റെ നിലപാട്. മുഖ്യമന്ത്രിയാണ് ഇനി, സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്.